Hi students, so today we can start from where we have stopped in the last class. Okay, afraid of fox, old Mrs. Tilly said to herself with a smile after she had made the unlikely choice of Sylvia from her daughter's house full of children and was returning to the farm. Afraid of fox, they said, I guess she won't be troubled, no great with them up to the old place. അപ്പോൾ അഫ്രൈഡ് ഓഫ് ഫോക്സ് മിസ്സസ് ടില്ലി എന്താണ് സിൽവിയയുടെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് എന്താണ് മിസ്സസ് ടില്ലിയുടെ ഫാമിലോട്ട് കൊണ്ടുവരാണ്. കാരണം എന്താണ്, സിൽവിയയുടെ വീട്ടിൽ നിറയെ പിള്ളേരാണ്, അവരുടെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് കുട്ടികളുണ്ട്. സോ സിൽവിയനെ എന്താണ് നോക്കാൻ പറ്റുന്നത്. ഷീ ഈസ് അഫ്രൈഡ് ഓഫ് ഫോക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഈ ആളുകൾ കൂടി നിൽക്കുന്നത് അല്ലെങ്കിൽ ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് എന്ത്, സിൽവിയനെ തൻ്റെ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള മിസ്സസ് ടില്ലി ഫാമിലോട്ട് കൊണ്ടുവരികയാണ്. When they reached the door of the lonely house and stopped to unlock it, and the cat came to purr loudly and rub against them, a deserted pussy indeed, but fat with young robins. So എന്താണ്, അപ്പോൾ ഇവർ എന്താണ്, ഈ മിസ്സസ് ടില്ലിയുടെ വീട്ടിലെത്തിയപ്പോൾ എന്താണ്, ഡോർ തുറന്ന ഉടനെ തന്നെ എന്താണ്, ഒരു കാറ്റ് വന്നിട്ട് ലൈക്ക് എന്താണ്, അതിങ്ങനെ ഇണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യണം ആരെ, സിൽവിയനെ. സോ ബട്ട് ഫാറ്റ് വിത്ത് യങ് റോബിൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ പക്ഷികളാണ്. സോ ഈ പക്ഷികളൊക്കെ പിടിച്ചിട്ട് എന്താണ്, അത്യാവശ്യം നല്ല എന്താണ് ഫാറ്റ് ആയിട്ടുള്ള ഒരു കാറ്റാണ്. സിൽവിയ വിസ്പേർഡ് ദാറ്റ് ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ലിവ് ഇൻ ആൻഡ് ഷീ നെവർ ഷുഡ് വിഷ് ടു ഗോ ഹോം. സോ സിൽവിയ എന്താണ് പതിയെ വിസ്പർ ചെയ്യാണ്, എന്ത്, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഹൗസ് അല്ലെങ്കിൽ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ലിവ് ഇൻ. അവൾക്ക് എന്താണ് താമസിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമായിട്ടാണ് ഇത് തോന്നുന്നത്. ആൻഡ് ഷീ നെവർ വിഷ് ടു ഗോ ഹോം, തിരിച്ച് വീട്ടിലോട്ട് പോകാൻ എന്താണ് അവൾ തീരെ ആഗ്രഹിക്കുന്നില്ല. സോ ഈ ഒരു ലോൺലി ഒരു ഫാമിൽ എന്താണ് നേച്ചറുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള, തിരിച്ച് അവൾ വീട്ടിൽ എന്താണ് അർബൻ അല്ലെങ്കിൽ സിറ്റിയുടെ ഹസിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസിയാണ്. പക്ഷെ ഇവിടെ എന്താണ് അവൾ വളരെ പീസ്ഫുള്ളാണ്. The companions followed the shady wood road, the cow taking slow steps and the child very fast ones. സോ നമ്മളെ എവിടെയായിരുന്നു ആദ്യം, ഈ കൗവിനെ എന്താണ് ഗ്രേസ് ചെയ്യാൻ വേണ്ടി സിൽവിയ കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ ഇപ്പോൾ തിരിച്ച് ഇതുവരെ എന്താണ് ഫ്ലാഷ് ബാക്കിലെ കാര്യങ്ങൾ ഓരോന്ന് പറയാണ് നമ്മളോട് റൈറ്റർ ചെയ്യുന്നത്. സോ എന്താണ്, കമ്പാനിയൻസ് ഫോളോഡ് ദ ഷെഡി വുഡ് റോഡ്, ദ കൗ ടേക്കിംഗ് സ്ലോ സ്റ്റെപ്സ്. അപ്പോൾ കൗ എന്താണ് പതിയെ എന്താണ് ഓരോ സ്റ്റെപ്പ് എടുത്തിട്ടാണ്, but the child is taking very fast ones. The cow stopped long at the brook to drink as if the pastures were not half a swamp, and Sylvia stood still and waited, letting her bare feet cool themselves in the shallow water while the great twilight moth struck softly against her. അപ്പോൾ ഇവർ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് എന്താണ്, ഒരു ബ്രൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അരുവി. അപ്പോൾ ഈ അരുവിയുടെ അടുത്ത് എന്താണ് കൗ സ്റ്റോപ്പ് ചെയ്യണം, എന്താ, വെള്ളം കുടിക്കാൻ വേണ്ടിയാണ്. സോ ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ ആ ഒരു നിൽക്കുമ്പോൾ സിൽവിയ എന്താ ചെയ്യുന്നത്, ഷീ സ്റ്റൂഡ് സ്റ്റിൽ ആൻഡ് വെയിറ്റഡ്, എന്താണ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താണ് ആ ഒരു ഷാൾ വാട്ടർ എന്ന് വെച്ചാൽ ഷാലോ വാട്ടർ, നമുക്ക് ഇങ്ങനെ ഷാലോ, അത് അധികം ആഴമില്ലാതെ നമുക്ക് മണ്ണ് താഴെ കാണാൻ പറ്റുന്ന രീതി, അതിനാണ് ഷാലോ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ ബെയർ ഫീറ്റ് ആ വാട്ടറിൽ അങ്ങനെ വെച്ചിട്ട് കൂൾ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. സോ വൈൽ ദി ഗ്രേറ്റ് ട്വിലൈറ്റ് മോത്ത്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ എന്താണ് വലിയ ബ്യൂട്ടിഫുൾ അല്ലാത്ത ബട്ടർഫ്ലൈസ് ഉണ്ടാവില്ലേ, അതിനാണ് ബട്ടർഫ്ലൈ അല്ല, അതിന് മോത്ത് എന്നാ പറയാം. ഇംപ്രിൻസ് വളരെ എന്താണ് ഗ്രേ കളർ അല്ലെങ്കിൽ ഡ്രൈ കളർഫുൾ അല്ലാത്ത ബട്ടർഫ്ലൈസ് ഉണ്ടാവല്ലോ, അതാണ് മോത്ത്. സോ ഈ ട്വിലൈറ്റ്, അതായത് സന്ധ്യ ആവുന്ന സമയത്ത് എന്താണ് വരുന്ന ഒരു മോത്ത് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു മോത്ത്സ് എന്താണ്, ഇറ്റ് ഈസ് സ്ട്രക്കിങ്, അവളെ ഇങ്ങനെ തട്ടുന്നുണ്ട്. She waded on through the brook as the cow moved away and listened to the thrushes with a heart that beat fast with pleasure. So she waded on through the brook as the cow moved away. അപ്പോൾ കൗ നീങ്ങുന്നതിനനുസരിച്ചിട്ട് എന്താണ് അവൾ ആ ബ്രൂക്കിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ലിസൺ ടു ദി ത്രഷസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബേർഡ്സ് വിത്ത് എ ഹാർട്ട് ദാറ്റ് ബീറ്റ് ഫാസ്റ്റ് വിത്ത് പ്ലഷർ. അപ്പോൾ ആ ത്രഷസിൻ്റെ എന്താണ് സൗണ്ട് കേൾക്കുന്നതിനനുസരിച്ചിട്ട് എന്താണ് സിൽവിയയുടെ ഹാർട്ടും ആ ഒരു സന്തോഷത്തിൽ എന്താണ് ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്തു. ദർ വാസ് എ സ്റ്റിറിങ് ഇൻ ദ ഗ്രേറ്റ് ബോസ് ഓവർ ഹെഡ്. അപ്പോൾ സ്റ്റിറിങ് എന്ന് പറയുമ്പോൾ പക്ഷികൾ ഉണ്ടാക്കുന്ന സൗണ്ട്, ഗ്രേറ്റ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രാഞ്ചസ്. അപ്പോൾ അവൾ നടന്നു പോകുന്നതിൻ്റെ മുകളിലുള്ള ചില്ലകളിൽ നിന്നൊക്കെ എന്താണ് ഇതുപോലത്തെ കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ. ദേ വേ ഫുൾ ഓഫ് ലിറ്റിൽ ബേർഡ്സ് ആൻഡ് ബീസ് ദാറ്റ് സീം ടു ബി വൈഡ് അവേക്ക് ആൻഡ് ഗോയിങ് അബൌട്ട് ദിയർ വേൾഡ്
or else saying good night to each other in sleepy twitters. സോ വൈൽ എന്താണ് ദേ വർ ഫുൾ ഓഫ് ലിറ്റിൽ ബേർഡ്സ് ആൻഡ് ബീസ്റ്റ്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ എന്താണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞി പക്ഷികളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ബട്ട് ദേ സീം ടു ബി വൈഡ് അവേക്ക്. അവരെല്ലാവരും എന്താണ് ഉണർന്നിരിക്കുകയാണ്. സോ ഗോയിങ് അബൌട്ട് ദിയർ വേൾഡ് ഓർ എൽ സെയിങ് ഗുഡ് നൈറ്റ്. അപ്പോൾ അവരെന്താണ് ഒന്നെങ്കിൽ അവരുടെ വേൾഡിലോട്ട് പോകുന്ന പോലെ, അല്ലെങ്കിൽ എന്താണ് അവർ പരസ്പരം ഗുഡ് നൈറ്റ് പറയുന്നത്. ടു ലൈറ്റ് ആണ്, സന്ധ്യാസമയമാണ്. അപ്പോൾ അവരെന്താണ് പരസ്പരം എന്താണ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് എന്താണ് പരസ്പരം ഗുഡ് നൈറ്റ് പറയുന്നതായിട്ട് സിൽവിയയ്ക്ക് തോന്നുന്നതാണ്. സിൽവിയ ഹെർസെൽഫ് ഫെൽറ്റ് സ്ലീപ്പി ഹാഡ് ഷീ വാക്ക്ഡ് അലോങ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ സിൽവിയയ്ക്കും എന്താണ് ഒരു സ്ലീപ്പിനെസ് അല്ലെങ്കിൽ ഉറക്കം വന്ന് തുടങ്ങണം. ഹവർ ഇറ്റ് വാസ് നോട്ട് മച്ച് ഫാദർ ടു ദി ഹൗസ് ആൻഡ് ദ എയർ വാസ് സോഫ്റ്റ് ആൻഡ് സ്വീറ്റ്. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് മച്ച് ഫർദർ, അപ്പോൾ ഒരുപാട് ദൂരമൊന്നും ഇല്ല. ദ എയർ വാസ് സോഫ്റ്റ് ആൻഡ് സ്വീറ്റ്. എയറിനെ കുറിച്ച് എങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള എയറാണ്. ഷി വാസ് നോട്ട് ഓഫൺ ഇൻ ദ വുഡ്സ് സോ ലേറ്റ് ഹാസ് ദിസ് ആൻഡ് ഇറ്റ് മെയ്ഡ് ഹർ ഫീൽ ഹാസ് ഇഫ് ഷി വർ എ പാർട്ട് ഓഫ് ദ ഗ്രേ ഷാഡോസ് ആൻഡ് ദ മൂവിങ് ലീവ്സ്. സോ ഷി വാസ് നോട്ട് ലേറ്റ് ഹാസ് ദിസ്. അപ്പോൾ ഇത്രയും ലേറ്റ് ആയിട്ട് എന്താണ് ഇതുവരെ പോയിട്ടില്ല. ബട്ട് ഇറ്റ് മെയ്ഡ്, അപ്പോൾ എന്താണ് ഇരുട്ടി തുടങ്ങി, അതായത് ലൈക്ക് ഡാർക്കറായി തുടങ്ങി, ലൈക്ക് ടു ലൈറ്റ് ആണെന്ന് പറയും. അപ്പോൾ എന്താണ് നമ്മുടെ ഷാഡോസൊക്കെ ഗ്രേ ആയിട്ട് കാണുന്നു, മൂവിങ് ലീവ്സൊക്കെ എന്താണ് ഗ്രേ ബ്ലാക്ക് കളറായിട്ട് തോന്നുന്നത്. അപ്പോൾ അവളും അതിൻ്റെ പാർട്ടായിട്ടാണ് അവൾ തോന്നുന്നത്. അപ്പോൾ ഡാർക്ക്നെസ് ഫാൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും എന്താണ് ഡാർക്ക് കളറായിട്ട് മാറും. നമുക്ക് സൺലൈറ്റ് ഇല്ല, നമുക്ക് കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ സെയിം വേ എന്താണ് അവളും ആ ഒരു എന്താണ് ഷാഡോയിൻ്റെ അല്ലെങ്കിൽ ആ ലീഫിൻ്റെ ഒക്കെ പാർട്ടായിട്ട് മാറുകയാണെന്നാണ് പറയുന്നത്. She was just thinking how long it seemed since she first came to the farm a year ago and wondering if everything went on in the noisy town just the same as when she was there. The thought of the great red-faced boy who used to chase and frighten her made her hurry along the path to escape from the shadow of the trees. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷി വാസ് തിങ്കിങ് ഹൗ ലോങ് ഇറ്റ് സീംസ് സിൻസ് ഷി ഫസ്റ്റ് കെയിം. അപ്പോൾ അവൾ ആദ്യമായിട്ട് എന്താണ് ഈ ഫാമിലോട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ മിസ്സസ് ടില്ലിയുടെ വീട്ടിലോട്ട് വന്നിട്ട് എത്ര ആയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. സോ ആ സമയത്ത് തന്നെ എന്താണ് താൻ വന്ന സ്ഥലം അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ്റെ അമ്മ ആ ടൗണിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി എന്താണ് ഷീസ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഗ്രേറ്റ് റെഡ് ഫേസ്ഡ് ബോയ്, ഒരു റെഡ് ഫേസ്ഡ് ആയിട്ടുള്ള ബോയ് എന്താണ് എപ്പോഴും ഇവളെ പിന്നാലെ ഓടി ഫ്രൈറ്റൻ ചെയ്യിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവനെ കുറിച്ചിട്ട് ആ ബോയിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് ഓർക്കുന്നു. ആ ബോയ് എന്താണ് സിൽവിയനെ ചേസ് ചെയ്യുന്നതും അതിൽ നിന്ന് പേടിച്ചിട്ട് അവിടെ ഇവിടെ ഓടി ഒളിക്കുന്നതും ഇതൊക്കെ എന്താണ് സിൽവിയ ഓർത്തു പോവാണ്. Suddenly, this little woods girl is horror-stricken to hear a clear whistle not very far away. സോ കവിനെ കൊണ്ട് എന്താണ് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് എന്താണ് ഷീസ് ഹൊറർ-സ്ട്രൈക്കൻ, പെട്ടെന്ന് പേടിക്കണം എന്ത് ഒരു വിസിൽ കേട്ടിട്ട്. നോട്ട് എ ബേർഡ്സ് വിസിൽ വിച്ച് വുഡ് ഹാവ് എ സോർട്ട് ഓഫ് ഫ്രണ്ട്ലിനെസ് ബട്ട് എ ബോയ്സ് വിസിൽ ഡിറ്റർമൈൻഡ് ആൻഡ് സംവാട്ട് അഗ്രസീവ്. അപ്പോൾ വിസിൽ കേട്ടിട്ട് എന്താണ് നോട്ട് എ ബേർഡ്സ് വിസിൽ, ബേർഡിൻ്റെ വിസിലല്ല എന്താണ് കൺഫേം ചെയ്യണം. കാരണം ബേർഡിൻ്റെ വിസിലാണെങ്കിൽ അതിലെന്താണ് ഒരു ഫ്രണ്ട്ലിനെസ് ഉണ്ടാവും, കാരണം അവൾക്ക് പരിചയമുള്ള സൗണ്ട് ആയിരിക്കും. ബട്ട് ഇറ്റ് വാസ് റാദർ എന്താണ് ഡിറ്റർമൈൻഡ് ആൻഡ് അഗ്രസീവ്, എന്തോ എന്താണ് മനസ്സിൽ വെച്ചുകൊണ്ട് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു വിസിലാണെന്നാണ് പറയുന്നത്. Sylvia left the cow to whatever sad fate might await her and stepped discreetly aside into the bushes. But she was just too late. The enemy had discovered her and called out in a very cheerful and persuasive tone, "Hello, little girl, how far is it to the road?" And trembling, Sylvia answered almost inaudibly, "A good ways." സോ അപ്പോൾ ഇവൾ എവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് കൗവിനെ കെയർലെസ് ആയി വിട്ടെ, അല്ലെങ്കിൽ കൗവിനെ ബോധർ ചെയ്യാതെ എന്താണ് ആ സൗണ്ട് വന്ന ഡയറക്ഷനിലോട്ട് പോവാണ്. പക്ഷെ അവൾ ആയപ്പോഴത്തേന് എന്താണ് ലൈക്ക് ഇറ്റ് വാസ് ടു ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോഴേക്കും എന്താണ് ആ എനിമി അല്ലെങ്കിൽ ആ വിസിൽ വിളിച്ച ആളെന്താണ് കേട്ടിരുന്നു. അപ്പോൾ ലൈക്ക് ആ വിസിൽ വിളിച്ച ബോയ് എന്താണ് സിൽവിയനെ കണ്ടുപിടിച്ചിരുന്നു. എന്നിട്ട് ചോദിക്കണം, "ഹലോ ലിറ്റിക, ഹൗ ഫാർ ഇസ് ഇറ്റ് ഇത് റോഡിലോട്ട് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കണം. സോ സിൽവിയ ഈസ് ആൻസറിങ് എ ഗുഡ് വേസ്. അപ്പോൾ എ ഗുഡ് വേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരമുണ്ട്, കുറച്ചധികം ദൂരമുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. She did not dare to look boldly at the tall young man who carried a gun over his shoulder, but she came out of her bush and again followed the cow while she walked alongside.
സോ എന്താണ് ഷീ കുഡ് നോട്ട് ലുക്ക് ബോൾഡ്ലി. ആ ഒരു എന്താണ് ആ ഒരു ആളെ അല്ലെങ്കിൽ ആ ഒരു യങ് മാനെ എന്താണ് മുഖത്തോട്ട് നോക്കാനുള്ള ധൈര്യം ആർക്കുണ്ടായിരുന്നില്ല, സിൽവിയയ്ക്ക് നോക്കാനുണ്ടായിരുന്നില്ല. ഹി വാസ് ഹാവിങ് എ ഗൺ അറ്റ് ഹിസ് ഷോൾഡറിൽ എന്താണ് ഒരു ഗൺ ഉണ്ടായിരുന്നു. സോ ഷീ കെയിം ഔട്ട് ഓഫ് ദി ബുഷ്. ആ ബുഷിൻ്റെ ഉള്ളിലോട്ട് എന്താണ് കയറി നിന്നായിരുന്നു നോക്കാൻ വേണ്ടി, ഹൈഡ് ചെയ്തിട്ട് നോക്കാമല്ലോ. ബട്ട് എന്താണ് ആ ബുഷിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താണ് കൗവിനെ ഫോളോ ചെയ്തുകൊണ്ട് പോവാണ്. I have been hunting for some birds, the stranger said kindly, and I have lost my way and need a friend very much. Don't be afraid, he said gallantly. Speak up and tell me what your name is and whether you think I can spend the night at your house and go out gunning early in the morning. സോ ഇവളെന്താണ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഹണ്ടർ എന്താണ് സംസാരിച്ചു തുടങ്ങി. ഐ ഹാവ് ബീൻ ഹണ്ടിങ് ഫോർ സം, ഞാൻ എന്താണ് കുറച്ച് ബേർഡ്സിന് എന്താണ് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ ഹാവ് ലോസ് മൈ വേ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് എനിക്ക് വഴി തെറ്റി. ആൻഡ് ഐ നീഡ് എ ഫ്രണ്ട് വെരി മച്ച്, അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് എനിക്കൊരു ഫ്രണ്ടിന് ആവശ്യമുണ്ട്. ഡോണ്ട് ബി അഫ്രൈഡ്. അപ്പോൾ ഇവള് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് എന്താണ് പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്താണ് ഉപദ്രവിക്കുന്ന ഒരാളല്ല എന്നാണ് പറയുന്നത്. സോ സ്പീക്ക് അപ്പ് ആൻഡ് ടെൽ വാട്ട് യുവർ നെയിം ഈസ്, പേര് പറയാനൊക്കെ പറയുന്നുണ്ട്. സോ ക്യാൻ ഐ സ്പെൻഡ്, ഈ ഒരു രാത്രി നിൻ്റെ വീട്ടിൽ ഞാൻ തങ്ങട്ടെ, എന്നിട്ട് രാവിലെ തന്നെ ഏർലി മോർണിംഗ് തന്നെ എന്താണ് ഗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൊക്കോളാം എന്നാണ് പറയുന്നത്. സിൽവിയ വാസ് മോർ അലാംഡ് ദാൻ ബിഫോർ. വുഡ് നോട്ട് ഹെർ ഗ്രാൻഡ് മദർ കൺസിഡർ ഹെർ മച്ച് ടു ബ്ലെയിം, ബട്ട് ഹു വുഡ് ഹാവ് ഫോർസീൻ സച്ച് ആൻ ആക്സിഡൻറ്റ് ഹാസ് ദിസ്. It did not appear to be her fault, and she hung her head as if the stem of it were broken, but managed to answer Sylvie with much effort when her companion again asked her name. സോ സിൽവിയ വാസ് മോർ അലാംഡ്. അപ്പോൾ കുറച്ചുകൂടെ എന്താണ് പേടിക്കണം, വീട്ടിൽ നിൽക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ. സോ ഷീ വുഡ് എന്താ ഗ്രാൻഡ് മദർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ഇതുപോലെ ബ്ലെയിം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പാനിയൻ കൂടിയത് എന്താണ് ഗ്രാൻഡ് മദർ എഗ്രി ചെയ്യില്ല. അതിന് എന്താണ് സിൽവിയനെ എന്താണ് വഴക്ക് പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതെന്താണ് അവളുടെ ഒരു ഫോൾട്ട് കാരണമല്ല എന്നൊക്കെ പറഞ്ഞ് അവളെ തന്നെ എന്താണ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ആ കമ്പാനിയൻ എന്താണ് പേരെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഷി മാനേജ് ടു ആൻസർ, എങ്ങനെയൊക്കെയോ എന്താണ് പറഞ്ഞൊപ്പിക്കണം എന്ത് സിൽവിന്ന. Mrs. Tilly was standing in the doorway when the trio came into view. The cow gave a loud moo by way of explanation. അപ്പോൾ ഇവർ മൂന്നുപേരും എന്താണ് വീടിൻ്റെ ഡോർവേയിലെത്തിയപ്പോൾ അല്ലെങ്കിൽ വീടെത്തിയപ്പോൾ തന്നെ മിസ്സസ് ടില്ലി എന്താണ് ഡോർവേയിൽ ഇവരെ കാത്തു നിൽക്കുന്നുണ്ട്. സോ പതിവിലും ലേറ്റ് ആയിട്ടാണ് ഇവരെത്തിയത്. അപ്പോൾ ഈ മിസ്സസ് ടില്ലിയനെ കണ്ടപ്പോൾ കവ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്, ഹാസ് ഓഫ് എൻ എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ട് അവർ ലേറ്റായി എന്നൊക്കെ പറയുന്ന രീതിയിൽ മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. യെസ്, യു ഹാഡ് ബെറ്റർ സ്പീക്ക് അപ്പ് ഫോർ യുവർ സെൽഫ്, യു ഓൾഡ് ട്രയൽ. Where had she tucked herself away this time, Sylvie? So, yes, you had better speak up to yourself. നീ എന്താണ് സംസാരിക്കുക തന്നെയാണ് നല്ലതെന്നുള്ള രീതിക്ക് കൗവിനോട് സംസാരിക്കുകയാണ്. കാരണം മിസ്സസ് ടില്ലിക്ക് എന്താ അറിയാം, കൗവ് കാരണമാണ് സിൽവിയ ലേറ്റ് ആയത്. സോ വേർ ഹാഡ് ഷീ ടക്ഡ് ഹെർസെൽഫ് അവേ ദിസ് ടൈം സിൽവി. അപ്പോൾ ഈ പ്രാവശ്യം അവൾ അവിടെയാണ് ഒളിച്ചു നിന്നതെന്നുള്ളത് എന്താണ് സിൽവിയനോട് ചോദിക്കുകയാണ്, കൗവിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. സോ സിൽവിയ കെപ്റ്റ് ഓഫ് സൈലൻസ്. സിൽവിയ ഒന്നും മിണ്ടുന്നില്ല. ഷീ ന്യൂ ബൈ ദ ഇൻസ്റ്റന്റ്. അപ്പോൾ ഈ എന്താണ് ഗ്രാൻഡ് മദർ ഈ ഒരു സിറ്റുവേഷൻ്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് സിൽവി പറയുന്നത്. സോ എന്താണ് ഈ സിൽവിയുടെ കൂടെയുള്ള ഒരു ഈ കമ്പാനിയൻ എന്താണ് ഇവരുടെ ഫാമിലൊക്കെ ഉള്ള ഒരു എന്താണ് ഇവർക്ക് അറിയാവുന്ന ഒരു ഫാർമർ ആണെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഗ്രാൻഡ് മദർ ഇത് വേറൊരാളാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. The young man stood his gun beside the door and dropped a heavy game bag beside it. Then he bade Mrs. Tilly good evening and repeated his wayfarer's story and asked if he could have a night's lodging. So എന്താണ് the young man എന്താണ് ഡോറിന് മുന്നിൽ വന്നത് ഗണ്ണ് താഴെ വെച്ചിട്ട് എന്താണ് ഡോറിന് മുന്നിൽ വന്നിട്ടാണ് ഡ്രോപ്ഡ് ഹിസ് ഹെവി ഗെയിം ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹണ്ടേഴ്സൊക്കെ ക്യാരി ചെയ്യുന്ന ബാഗിനെയാണ്. സോ എന്താണ് മിസ്സസ് ടില്ലിവിനെ എന്താണ് ഗുഡ് ഈവനിങ് എന്താണ് ഗ്രീറ്റ് ചെയ്തുകൊണ്ട് എന്താണ് റിപ്പീറ്റഡ് വേഫെയർ സ്റ്റോറീസ്. അപ്പോൾ ഇങ്ങനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്, അതിൻ്റെ ഇടയ്ക്ക് വഴി മിസ്സായി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അന്ന് രാത്രി അവിടെ ലോഡ്ജിങ് വേണം, അതായത് അന്ന് രാത്രി അവിടെ തങ്ങാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. Put me anywhere you like, he said. I must be off early in the morning
before day, but I'm very hungry indeed. Can you give me some milk at any rate? That's plain. So put me anywhere you like. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും എന്നെ കെടുത്തിക്കും, എനിക്ക് കുഴപ്പമില്ല. പകരം ഞാൻ രാവിലെ തന്നെ എന്താണ് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ആൻഡ് ഐ എം വെരി ഹംഗ്രി, എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. ആൻഡ് ഗിവ് മീ സം മിൽക്ക് അറ്റ് എനി റേറ്റ്, എനിക്ക് കുറച്ച് പാല് തരണം. അത് എത്ര റേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഷുഡ് ബി പ്ലെയിൻ എന്നുള്ള കാര്യമാണ് പറയുന്നത്. Dear sakes, yes, responded the hostess, whose long slumbering hospitality seemed to be easily awakened. അപ്പോൾ ഡിയർ സേക്ക് യെസ്, തീർച്ചയായിട്ടും പാല് തരാം, ഹംഗ്രി ആണല്ലോ, വിശന്നിരിക്കുകയാണ്, എന്താ തീർച്ചയായിട്ടും പാല് തരാം. ഹൂസ് ലോങ് സ്ലംബറിങ് ഹോസ്പിറ്റാലിറ്റി, സ്ലംബറിങ് എന്ന് പറഞ്ഞാൽ, സ്ലംബർ എന്ന് പറഞ്ഞാൽ എന്താ, സ്ലീപ്പിംഗ്. അപ്പോൾ സ്ലംബറിങ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്താണ്, ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ഹോസ്പിറ്റാലിറ്റി, അല്ലെങ്കിൽ ഒരു ആതിഥ്യ മര്യാദ എന്താണ്, പെട്ടെന്ന് ഉണർന്ന പോലെ എന്താണ്, ഫോർ ഡിയർ സേക്ക് തരാം എന്നൊക്കെ പറയണം. You might fare better if you went out on the main road a mile or so, but you're welcome to what we have good. അപ്പോൾ you might fare better, കുറച്ചുകൂടി എന്താണ്, കുറഞ്ഞ ഫെയറിൽ, കുറച്ചുകൂടി കുറഞ്ഞ റെൻറ്റിൽ എന്താണ്, റോഡ് സൈഡിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷേ യു ആർ വെൽക്കം ഹിയർ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. I will right off and make yourself at home. You can sleep on husk or feathers. So I'll write milk off. ഞാൻ ഇപ്പം തന്നെ എന്താണ് പാല് മിൽക്ക് ഓഫ് അല്ലെങ്കിൽ കറന്നെടുക്കാം. എന്നിട്ട് എന്താണ്, യു ക്യാൻ സ്ലീപ്പ് ഇൻ ഹസ്ക് ഓർ ഫെദേഴ്സ്, തുവലുള്ള ബെഡിലോ അല്ലെങ്കിൽ ഹസ്ക് ചകിരി കൊണ്ടുള്ള ബെഡിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മേക്ക് യുവർ സെൽഫ് അറ്റ് ഹോം. She proffered graciously. I raised them all myself. Here is good pasturing for geese just below here towards the marsh. Now step around and set a plate for the gentleman, Sylvie. സോ എന്താണ്, ഐ ഹാവ് റേസ്ഡ് ദം ഓൾ ഹിയർ. അപ്പോൾ മിസ്സസ് സ്റ്റില്ലി എന്താണ്, ഇവരെല്ലാം ഞാനാണ് ഇവിടെ വളർത്തുന്നത്. കുറച്ചപ്പുറത്ത് എന്താണ് ഗീസ് ഉണ്ട്, അറിയാലോ. അപ്പോൾ അതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സിൽവിയോട് എന്ത് പറയണം, ഈ ഗസ്റ്റിന്, അതായത് ഈ കമ്പാനിയൻ അല്ലെങ്കിൽ ഹണ്ടറിന് എന്താണ്, ഒരു പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ, ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് സിൽവിയ പ്രോംപ്റ്റ്ലി സ്റ്റെപ്പ്. ഷി വാസ് ഗ്ലാഡ് ടു ഹാവ് സംതിങ് ടു ഡു ആൻഡ് ഷീ വാസ് ഹംഗ്രി ഹെർസെൽഫ്. അപ്പോൾ ഷി വാസ് ഗ്ലാഡ് ടു ഡു സംതിങ്. അപ്പോൾ ഈ കമ്പാനിയൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടി അവളുടേതായിട്ടുള്ള സ്പേസിലോട്ട് മാറാനാണ് അവൾ എന്താണ് കൊതിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് മദർ ഇങ്ങനെ ഒരു ഡ്യൂട്ടി തന്നതിൽ എന്താണ്, ഷി വാസ് ഹാപ്പി ആൻഡ് ഷീ കുഡ് ഹാവ് സം ഫുഡ്. അപ്പോൾ ഗസ്റ്റ് അവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു രീതിക്ക് അവൾ എന്താണ്, ഷീ ഫെൽറ്റ് റിലീവ്ഡ്.